അസെന്റ് അക്കാദമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡ്രൈവറിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ മതി. നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ഇനി ആദ്യത്തെ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആദ്യത്തെ ക്ലാസ് ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ലേറ്റ് ആക്കുന്നില്ല, നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ രണ്ടാമത്തെ കാറ്റഗറി ആയിട്ടുള്ള കാറ്റഗറി ഓഫ് വെഹിക്കിൾസ്, അതായത് MNT L ടൈപ്പ് വാഹനങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് കാറ്റഗറി ആയിട്ടാണ് ഇതിനെ തിരിച്ചിട്ടുള്ളത്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ തന്നെ MNT എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നമ്മൾ ആ കാറ്റഗറികളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ കാറ്റഗറിയാണ് കാറ്റഗറി എം വാഹനങ്ങൾ. വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ 4 ചക്രമോ അതിൽ കൂടുതലുള്ള വാഹനങ്ങൾ, അതായത് ആളുകളെ കയറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന വാഹനങ്ങളാണ് കാറ്റഗറി വാഹനങ്ങൾ. അപ്പോൾ കാറ്റഗറി ആണല്ലേ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് കുറേ ഉണ്ട്, MNT L ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കാം. കാറ്റഗറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനുഷ്യൻ എന്ന് ഓർക്കുക. അപ്പോൾ മനുഷ്യരാണല്ലോ, നമ്മൾ ആളുകളെ കയറ്റി കൊണ്ടുപോകണമല്ലോ. അപ്പോൾ മനുഷ്യൻ എന്നൊന്ന് ഓർക്കുക. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. അപ്പോൾ ആളുകളെ കയറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന 4 ചക്രമോ അതിലധികമോ ഉള്ള വാഹനങ്ങളെ കാറ്റഗറിയാണ് വാഹനങ്ങൾ എന്ന് മനസ്സിലാക്കുക. അതിൽ തന്നെ കുറച്ച് കാറ്റഗറി ആയിട്ട് M1, M2, M3 എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാറ്റഗറി ആയിട്ട് അതിൽ തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കാറ്റഗറിയാണ് M1 വാഹനങ്ങൾ. അപ്പോൾ M1 വാഹനങ്ങൾ എന്താണ്? ഡ്രൈവർ സീറ്റ്, അതായത് ഒരു ഡ്രൈവറും ഉണ്ടാവും. അതിൽ 8 സീറ്റിൽ കൂടാത്ത യാത്രക്കാരെ കൊണ്ടുപോകാൻ പറ്റുന്ന വാഹനങ്ങളാണെന്ത്? കാറ്റഗറി M1 വാഹനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? 8 സീറ്റ്, 8 പാസഞ്ചറിനെ കൊണ്ടുപോകാൻ കയറുകയും ചെയ്യാം. അതിന് പ്ലസ് ഡ്രൈവർ ഉണ്ടാവും. അതായത് ടോട്ടൽ അതിൽ 9 ആൾക്കാരുണ്ടാവും, 8 യാത്രക്കാരും ഒരു ഡ്രൈവറും. ആ ഒരു കാറ്റഗറിയിലുള്ള വാഹനമാണ് M1 വാഹനം. നമ്മളെ ചിത്രത്തിലൊക്കെ ഉള്ളത് എന്ത്? 8 സീറ്റിൽ കൂടാത്ത നമ്മളെ വീട്ടിലെ കാറ്, അങ്ങനത്തെ ഇതൊക്കെയാണല്ലോ. 8 സീറ്റിൽ കൂടുമല്ലോ. അങ്ങനത്തെ വാഹനങ്ങളാണ് M1 കാറ്റഗറി. അപ്പോൾ ഓർത്ത് വയ്ക്കുക, 8 സീറ്റിൽ കൂടാത്ത വാഹനം, അതായത് 8 സീറ്റ് വരെ, 8 ആൾക്കാരെ വരെ പരമാവധി എന്ത് ചെയ്യുക? ആ വാഹനത്തിൽ കയറാം, അത് ഡ്രൈവറും ഉണ്ടാവും. ആ വാഹനങ്ങളാണ് M1 കാറ്റഗറി എന്ന് പറയുന്നത്. ഇനി അടുത്ത കാറ്റഗറിയാണ് M2. 9-ലധികം ആളുകളെ കയറ്റാൻ, അതായത് ഡ്രൈവറും 9-ലധികം ആളുകളെ പരമാവധി കയറ്റാൻ പറ്റുന്ന വാഹനം. അതായത് 9 അധികം കയറ്റാം. 9 മുതൽ അങ്ങോട്ട് എത്ര ആൾക്കാരെ വേണമെങ്കിലും കയറ്റാം, അത് ഡ്രൈവറും ഉണ്ടാവും. ഇപ്പോൾ 9 ആണെങ്കിൽ 9 പ്ലസ് ഡ്രൈവർ 10 ആൾക്കാരുണ്ടാവും. പിന്നെ 11 എത്ര ആൾക്കാരെ വേണമെങ്കിൽ കയറ്റാം. പക്ഷെ എന്തുണ്ട്? മൊത്തം വാഹനത്തിന്റെ ഭാരം നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, GVW. അപ്പൊ ആ ഒരു GVW 5 ടണ്ണിൽ കൂടാത്ത വാഹനങ്ങൾ, 5 ടണ്ണ് വരെ പറ്റുള്ളൂ. 5 ടണ്ണിൽ കൂടാത്ത വാഹനങ്ങളെ 9-ലധികം ആൾക്കാരെ കയറ്റുകയും ചെയ്യാം, ഡ്രൈവർ ഉൾപ്പെടെ. ആ കാറ്റഗറിയാണ് എന്ത്? M2 കാറ്റഗറി. നമ്മൾ ഫോട്ടോത്തിലൊക്കെ കാണുന്നുണ്ട്, ട്രാവലർ. അപ്പൊ അങ്ങനത്തെ ഒരു വാഹനമാണ് എന്ത്? M2 കാറ്റഗറി. M2 എന്താ വെച്ചാൽ 9 അതിലധികമോ ആൾക്കാരെ കയറ്റുകയും ചെയ്യാം, ഡ്രൈവറും ഉണ്ടാവും. അത് എന്തിൽ കൂടാൻ പാടില്ല? 5 ടണ്ണിൽ കൂടാൻ പാടില്ല. 5 ടണ്ണിൽ കൂടാത്ത വാഹനങ്ങളാണെന്ത്? M2 കാറ്റഗറിയിൽ പറയുന്നത്. അടുത്ത വാഹനമാണ് M3. ഇപ്പൊ എന്താ M3? 9 അതിലധികമോ ആൾക്കാരെ കയറ്റാം, എന്ത് പറ്റില്ല, പരമാവധി എന്ത്? 5 ടണ്ണിൽ കൂടിയ വാഹനങ്ങൾ, 5 ടണ്ണിൽ കൂടിയ വാഹനങ്ങളും 9 അതിലധികമോ ആൾക്കാരെ കയറ്റുകയും ചെയ്യാം, ഡ്രൈവറും പ്ലസ് ഡ്രൈവറും. 9 പ്ലസ് 1 ഡ്രൈവറും. പിന്നെന്താ? 5 ടണ്ണിൽ കൂടുതലുള്ള വാഹനങ്ങൾ, GVW 5 ടണ്ണിൽ കൂടുതലുള്ള വാഹനങ്ങളാണെന്ത്? M3 കാറ്റഗറിയിൽ വരുന്നത്. നമ്മുടെ ബസ്, അതൊക്കെയാണ് അതിന് എക്സാമ്പിൾ. അടുത്താണ് എന്ത്? കാറ്റഗറി N വാഹനങ്ങൾ. കാറ്റഗറി N വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ പഠിച്ചോളുന്നത് കാറ്റഗറി M വാഹനയില്ലേ. M വാഹനം എന്താണ്? ആളുകളെ കൊണ്ടുപോകാൻ പറ്റുന്ന. അപ്പൊ കാറ്റഗറി N വാഹനത്തിലേ വരുമ്പോൾ എന്താണ്? അവിടെ ചരക്കുകളൊക്കെയാണ് കൊണ്ടുപോകുക അല്ലെ, ഗുഡ്സ് ഒക്കെ കയറ്റി കൊണ്ടുപോകുന്ന വാഹനങ്ങളാണ് എന്ത്? കാറ്റഗറി N വാഹനത്തിൽ പെടുന്നത്. അപ്പൊ കാറ്റഗറി N വാഹനം എന്ന് പറയുമ്പോൾ എന്താണ്? 4 ചക്രത്തിൽ കുറയാത്ത ഒരു ഗുഡ്സ് കയറ്റി കൊണ്ടുപോകുന്ന വാഹനത്തെ പറയുന്നതാണ് എന്ത്? കാറ്റഗറി N വാഹനം എന്ന് പറയുന്നത്. അതിലെന്താ? വ്യവസ്ഥകളിൽ വിധേയമായിട്ട് എന്ത് ചെയ്യുക? ആളുകളെയും കയറ്റാം. ഇപ്പോൾ നമ്മൾ RCയിലൊക്കെ ഇത്ര ആൾക്കാരെ കയറ്റാം, പരമാവധി 4 ആൾക്കാരെ എന്നൊക്കെ പറഞ്ഞാൽ ആ 4 ആൾക്കാരെ അതിൽ കയറ്റാം. പക്ഷെ അതിൽ കൂടുതലൊന്നും ആൾക്കാരെ കയറ്റാൻ പാടില്ല. ചരക്ക് വാഹനങ്ങൾ ആളുകളെ കയറ്റാൻ പാടില്ല എന്നാണ്. പക്ഷെ RCയിൽ നമ്മൾ ഇത്ര ആൾക്കാരെ, 4 ആൾക്കാരെ അല്ലെ 2 ആൾക്കാരെ കയറ്റാം എന്ന് പറഞ്ഞാൽ ആ ആളെ കയറ്റാം. അപ്പൊ അങ്ങനെ ആളെ കയറ്റുകയും ചെയ്യാം. പക്ഷെ എന്താണ്? ഗുഡ്സ് കയറ്റുന്ന വാഹനമാണ് കാറ്റഗറി N വാഹനം എന്ന് മനസ്സിലാക്കി വെക്കുക. അതിൽ കുറച്ച് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാറ്റഗറിയാണ് കാറ്റഗറി N1 വാഹനങ്ങൾ. അപ്പോൾ അതിൽ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 3.5 ടണ്ണിൽ കൂടാത്ത ചരക്ക് വാഹനങ്ങളാണ് എന്ത്?
കാറ്റഗറി N1 വാഹനങ്ങളായിട്ട് പരിഗണിക്കുന്നത്. എന്താണ്? ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 3.5 ടണ്ണിൽ കൂടാത്ത വാഹനങ്ങൾ, അതായത് അത് 3.5 ടണ്ണ് വരെ എന്ത് പറ്റുള്ളൂ, വാഹനത്തിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് പറ്റുള്ളൂ. ആ വാഹനങ്ങളാണ് എന്ത് N1 കാറ്റഗറി പെടുന്നത്. അടുത്താണെന്ത് കാറ്റഗറി N2 എന്താണ്? ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 3.5 ടണ്ണിനും 12 ടണ്ണിനും ഇടയിലുള്ള ചരക്ക് വാഹനങ്ങളാണ് എന്ത് കാറ്റഗറി N2. എന്താണ്? 3.5 ടണ്ണിനും 12 ടണ്ണിനും ഇടയിലുള്ള വാഹനങ്ങളാണ് എന്ത് കാറ്റഗറി N2 പെടുന്നത്. അടുത്തൊരു കാറ്റഗറിയാണ് എന്ത് കാറ്റഗറി N3 എന്താണ്? ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 12 ടണ്ണിൽ കൂടുതലുള്ള ചരക്ക് വാഹനങ്ങളാണ് എന്ത് കാറ്റഗറി N3 പെടുന്നത്. എന്താണ്? കാറ്റഗറി N3 എന്ന് പറഞ്ഞാൽ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 12 ടണ്ണിൽ കൂടുതലുള്ള ചരക്ക് വാഹനങ്ങളാണ് എന്ത് കാറ്റഗറി N3 പെടുന്നത്. അടുത്ത കാറ്റഗറിയാണ് കാറ്റഗറി ടി കാറ്റഗറിയിൽ പറയുന്നത് എന്താണ്? ട്രെയിലറുകളെ പറ്റിയാണ്. ട്രെയിലർ, അതായത് T4 ട്രെയിലർ എന്ന് ഓർത്ത് വെക്കുക. ട്രെയിലർ പറഞ്ഞാൽ എന്താണ്? അത് സ്വയം ചലിക്കാനൊന്നും പറ്റൂല. അത് വേറെ ഏതെങ്കിലും ഒരു വാഹനത്തിന്റെ മുകളിൽ ഘടിപ്പിച്ചിട്ട് അതിനെ വലിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ ഫോട്ടോത്തിൽ കാണുന്ന പോലത്തെ വലിയ വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, അതിന്റെ പുറകോട്ടുള്ള ആ ഒരു ഭാഗം വേറെ തന്നെ ആയിരിക്കും, വേറെ ഒരു പീസായിരിക്കും. ആ പീസുള്ള വാഹനങ്ങൾക്ക് എന്താ പറയുക വെച്ചാല് അതിനെ വലിച്ചു കൊണ്ടുപോകണമെങ്കിൽ, ഈ വലിച്ചു കൊണ്ടുപോകുന്ന ഈ ടൈപ്പിലുള്ള വാഹനങ്ങളാണ് എന്ത് കാറ്റഗറി ടി എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്നത്. അതിൽ കുറച്ച് കാറ്റഗറി ആയിട്ട് തിരിച്ചതാണ് എന്ത് കാറ്റഗറി T1 എന്താണ്? പരമാവധി ഭാരം 0.75 ടണ്ണിൽ കൂടാത്ത കാറ്റഗറി ടി വാഹനങ്ങളാണ് എന്ത് കാറ്റഗറി T1 പെടുന്നത്. എന്താണ് ഓർത്ത് വെക്കുക? പരമാവധി ഭാരം 0.75 ടണ്ണിൽ കൂടാത്ത വാഹനങ്ങളാണ് എന്ത് T1 കാറ്റഗറിയിൽ പെടുന്ന വാഹനങ്ങൾ. അടുത്ത കാറ്റഗറിയാണ് എന്ത് T2 കാറ്റഗറി. T2 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.75 ടണ്ണിലധികവും 3.5 ടണ്ണിൽ താഴെയുമുള്ള ടി വാഹനങ്ങളാണ് എന്ത് T2 കാറ്റഗറിയിൽ പെടുന്നത്. ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തതാണ് T3. പരമാവധി ഭാരം 3.5 ടണ്ണിലധികവും 10 ടണ്ണിൽ താഴെയുമുള്ള കാറ്റഗറി ടി വാഹനങ്ങളാണ് എന്ത് T3 പെടുന്നത്. പരമാവധി ഭാരം 3.5 ടണ്ണിൽ അധികവും 10 ടണ്ണിൽ താഴെയുമുള്ള കാറ്റഗറി ടി വാഹനങ്ങളാണ് എന്ത് കാറ്റഗറി T3 പെടുന്നത്. അടുത്ത കാറ്റഗറിയാണ് കാറ്റഗറി T4 എന്ന് പറയുമ്പോൾ എന്താവും? 10 ടണ്ണിലധികം ഭാരം കയറ്റാൻ പറ്റുന്ന ടി വാഹനങ്ങളാണ് എന്ത് കാറ്റഗറി T4 പെടുന്നത്. 10 ടണ്ണിൽ അധികം ഭാരം കയറ്റാൻ പറ്റുന്ന വാഹനങ്ങളാണ് എന്ത് കാറ്റഗറി T4 പെടുന്നത്. അടുത്തൊരു കാറ്റഗറിയാണ് എന്ത് T5 കാറ്റഗറി എന്ന് പറഞ്ഞാൽ 3 ചക്രമൊക്കെ ഉള്ള ഒരു വാഹനം വലിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടി വാഹനമാണ് എന്ത് നമ്മൾ ഈ ഫോട്ടോത്തിലൊക്കെ കാണുമ്പോൾ അല്ലേ, 3 ചക്രമുണ്ട്, പുറകില് ഒരു ട്രെയിലർ ഘടിപ്പിച്ചിട്ട് ഇങ്ങനെ അതിൽ ലോഡൊക്കെ കയറ്റി കൊണ്ടുപോകുന്ന ഒരു ടൈപ്പ് വാഹനമാണ് T5 വാഹനം എന്ന് പറയുന്നത്. അപ്പോൾ T5 വാഹനം. അപ്പോൾ അടുത്തൊരു കാറ്റഗറിയാണ് കാറ്റഗറി എൽ കാറ്റഗറികൾ. ഈ എൽ കാറ്റഗറിയിൽ നമ്മളെ സിലബസിൽ ഒരു 2 കാറ്റഗറി പറഞ്ഞിട്ടുണ്ട്, L1ഉം L2ഉം. അപ്പോൾ ആദ്യത്തെ കാറ്റഗറി L1ൽ ഈ എഞ്ചിൻ, നമ്മൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പോലത്തെ ഒരു വാഹനമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു വാഹനം, അതായത് ഒരു എഞ്ചിൻ ഘടിപ്പിച്ച ഒരു വാഹനം പരമാവധി വേഗത എന്താണ് 45 km/h കൂടാത്തതും 50 cc എഞ്ചിൻ കപ്പാസിറ്റിയിൽ കൂടാത്തതുമായ വാഹനം. നമ്മൾ ഈ ഫോട്ടോത്തിൽ കാണുന്ന പോലത്തെ വാഹനം അല്ലേ, കുറച്ച് നല്ല സ്പീഡിലൊക്കെ പോകുള്ളൂ, ഏകദേശം ഒരു 50 km 45 km/h പോകുള്ളൂ. അതിനെന്താ 50 cc താഴെയായിരിക്കും എന്ത് അതിന്റെ എഞ്ചിൻ കപ്പാസിറ്റി ഉണ്ടാകും. അങ്ങനത്തെ ടൈപ്പ് വാഹനങ്ങളാണ് എന്ത് കാറ്റഗറി L1 പെടുന്നത്. എന്താണ് എഞ്ചിൻ കപ്പാസിറ്റി? ഇത് ക്വസ്റ്റ്യനിൽ വരിക, PYQലൊക്കെ വന്നതാണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഓർത്ത് വെക്കേണ്ടത് ഈ ഒരു പോയിന്റ് മാത്രം നോക്കി വെച്ചാൽ മതി. ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ഈ സംഭവം അതിലുണ്ടോ അത് മാത്രം കുത്തിയാൽ മതി. ഇല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ അത് തെറ്റായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ്, ഈ കറക്റ്റ് പോയിന്റ് ഇല്ല, ഈ പരമാവധി 45 km/h കൂടാത്തതും 50 cc എഞ്ചിൻ കപ്പാസിറ്റിയിൽ കൂടാത്തതുമായ വാഹനം എന്നുള്ള ആ ഒരു ഭാഗം മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. അത് നോക്കി വെക്കുക. അടുത്തൊരു കാറ്റഗറിയാണ് എന്ത് L2 വാഹനങ്ങൾ. L2 വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? L1 ഒഴികെയുള്ള വേറെ എല്ലാ വാഹനങ്ങളും, എല്ലാ ഇരുചക്ര വാഹനങ്ങളും എന്താണ് കാറ്റഗറി L2 പെടുന്നതാണ്. അപ്പോൾ നമ്മളെ ബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, എത്ര 350 cc 100 cc
അതിൻ്റെ മുകളിലൊക്കെ ഉള്ള വാഹനങ്ങൾ ഉണ്ടല്ലേ, ആ ഒരു കാറ്റഗറി വാഹനങ്ങളാണ് എന്ത് കാറ്റഗറി L2 പെടുന്നത്. ഇതിൽ പഠിച്ചു വെക്കേണ്ടതെന്ന് വെച്ചാൽ കാറ്റഗറി L1 വാഹനങ്ങളാണ് എന്ത് ഈ എൻജിൻ കപ്പാസിറ്റിയിൽ എന്താണ് പരമാവധി വേഗത 45 km/h കൂടാത്തതും 50 cc എൻജിൻ കപ്പാസിറ്റിയിൽ കൂടാത്തതുമായ വാഹനം. ഇത് കറക്റ്റ് പഠിച്ചു വെക്കണം. ഈ ഒരു ഭാഗം, ഇത്ര ഭാഗം കറക്റ്റ് പഠിച്ചു വെക്കണം. എന്താണ് പരമാവധി വേഗത 45 km/h കൂടാത്തതും 50 cc എൻജിൻ കപ്പാസിറ്റി കൂടാത്തതുമായ വാഹനമാണ് L1 എന്ന് നോക്കി വെക്കുക. ഇതിന്റെ മുകളിലുള്ള എല്ലാ ഇരുചക്ര വാഹനങ്ങളും എന്തായിരിക്കും കാറ്റഗറി L2 പെടുന്നതായിരിക്കും. നമ്മുടെ ഈ വാഹനങ്ങളൊക്കെ ഉള്ള നമ്മളെ ബൈക്കൊക്കെ ഈ കാറ്റഗറിയിൽ പെടുന്ന വാഹനമായിരിക്കും. അടുത്തൊരു കാറ്റഗറി, ഇത് നമ്മളെ സിലബസിലൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഒരു കാറ്റഗറിയിൽ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. എന്താണ് L5 എന്ന് പറഞ്ഞാൽ എന്താണ് 3 വീലർ, എന്താണ് മാക്സിമം 3 ടണ്ണിൽ കൂടാത്ത വാഹനങ്ങളാണ് എന്ത് കാറ്റഗറി L5 പെടുക എന്നുള്ളത് ഒന്ന് നോക്കി വെക്കുക. അടുത്തൊരു കാറ്റഗറിയാണ് എന്ത് കാറ്റഗറി L7 എന്ന് പറഞ്ഞാൽ എന്താണ് ക്വാഡ്രി സൈക്കിൾ ആണ് എന്ത് 450 കിലോഗ്രാം മുതൽ 550 കിലോഗ്രാം അൺലാഡഡ് വെയിറ്റ് ഉള്ള ഒരു 70 km/h പോകുന്ന ഒരു വാഹനമാണ് എന്ത് കാറ്റഗറി L7 എന്ന് ഒന്ന് ജസ്റ്റ് നോക്കി വെക്കാം. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ റെഫർ ചെയ്താൽ മതി, ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അടുത്തതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ട് അല്ലേ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സിൽ ഒന്നുകൂടി ഉൾപ്പെടുത്തിയത്. 3 എണ്ണം ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ് ജസ്റ്റ് ഒന്ന് നമ്മൾ അവിടെ നോക്കുക. എന്താ വെച്ചാൽ ഹെവി വെഹിക്കിൾ എന്താണ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 12,000 കിലോഗ്രാമിന് കൂടുതലുള്ള ചരക്ക് വാഹനങ്ങളാണ് എന്ത് ഹെവി വെഹിക്കിൾ, അല്ലെങ്കിൽ 12,000 കിലോഗ്രാമിന് കൂടുതലുള്ള വാഹനങ്ങളാണ് എന്ത് ഹെവി വെഹിക്കിളിൽ പെടുന്നതെന്ന് ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. അടുത്തതാണ് എന്ത് മീഡിയം മോട്ടോർ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് 7,500 കിലോഗ്രാമിനും 12,000 കിലോഗ്രാമിനും ഇടയിലുള്ള വാഹനമാണ് എന്ത് മീഡിയം ഹെവി വെഹിക്കിൾ എന്ന് ഓർത്ത് വെക്കുക. അടുത്തൊരു എന്താണ് എന്ത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, LMV എന്നൊക്കെ പറയുന്ന ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ പരമാവധി എത്രയാണ് 7,500 കിലോഗ്രാമിന് താഴെ, അതായത് 7,500 കിലോഗ്രാം വരെയുള്ള വാഹനങ്ങളാണ് എന്ത് ഈ എന്താണ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ LMV അല്ലേ. ഇത് മീഡിയം വെഹിക്കിൾ ഹെവി വെഹിക്കിൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. അടുത്തതാണ് എന്ത് സെക്ഷൻ 2 4 അല്ലേ, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിക്കേണ്ട ഒരു സംഭവമാണ് സെക്ഷൻ 2 4. ഇത് കുറച്ചുകൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ച് കാര്യങ്ങൾ ഇതിൽ അധികം പറയാനുണ്ട്. അപ്പോൾ എന്താണ് സെക്ഷൻ 2 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ പറ്റി പറയുന്ന ഒരു സെക്ഷനാണ് എന്ത് സെക്ഷൻ 2 4. ഇപ്പം എന്താണ് സെക്ഷൻ 2 4 RCനെ കുറിച്ച് പറയുക, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്നതാണ് എന്ത് സെക്ഷൻ 2 4. അപ്പോൾ എന്താണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്? നമ്മളൊക്കെ വാഹനങ്ങൾ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ വാഹനങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ RT ഓഫീസിലൊക്കെ പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യും. നമ്മൾ പുതിയ വാഹനങ്ങളാണെന്ന് വെച്ചാൽ നമ്മൾ RTOനെ കാണിച്ച് RTO സർട്ടിഫൈ ചെയ്തിട്ട് നമുക്ക് പോസ്റ്റലായിട്ടോ ഒക്കെ എന്ത് ചെയ്യും, ഒരു കാർഡ് രൂപത്തിലൊരു സാധനം തരും അല്ലേ, RC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ഒരു വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഒരു അർഹതയുള്ള അധികാരി നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണെന്ത് ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ആ വാഹനം ഇന്ന RT ഓഫീസിൽ അല്ലെങ്കിൽ ഇന്ന സംസ്ഥാനത്ത് ഇന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്ന RT ഓഫീസിൽ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും അത് നിയമപരമായിട്ട് എല്ലാ റൂൾസും പാലിച്ചിട്ടുള്ളൊരു വാഹനമാണെന്നും പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണെന്ത് ഈ RC എന്ന് പറയുന്നത്. അതാണെന്ത് സെക്ഷൻ 2 4 പറയുന്നത്. അപ്പൊ ഈ RCനെ പറ്റി പറയുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളോട് എന്ത് ചെയ്യണം, ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കണം. അത് കുറെ PSC ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ജസ്റ്റ് ഒന്ന് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിലൊക്കെ നമ്മൾ പറയും, പക്ഷെ അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. നമ്മൾ ഈ സെക്ഷൻ പറഞ്ഞത് കൊണ്ട് നമ്മൾ അതിൽ കുറച്ചൊന്നും അധികം ഉള്ളോട്ടൊന്നും പോകാം. അപ്പം എന്താ വെച്ചാൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി ഉണ്ടാവില്ലേ. അപ്പം കാലാവധി കഴിഞ്ഞിട്ട് എത്ര ദിവസത്തിന് പുതുക്കാൻ എന്ത് ചെയ്യണം, അപേക്ഷ കൊടുക്കണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് 60 ദിവസം
ദിവസത്തിനുള്ളിലാട്ടോ, 60 ദിവസത്തിനുള്ളിലാണ് എന്ത് പുതുക്കാൻ കൊടുക്കേണ്ടത്. അതായത് നമ്മളിപ്പോൾ ജൂലൈയിൽ എന്ത് ചെയ്യുക, നമ്മളെ വണ്ടീൻ്റെ ഫിറ്റ്നസ് കഴിയുക, അല്ല രജിസ്ട്രേഷൻ കഴിയാണ്, 15 വർഷം കഴിഞ്ഞ് രജിസ്ട്രേഷൻ കഴിയുക. അപ്പോൾ നമുക്ക് പുതുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ജൂലൈയിലാണ് കഴിയുന്നത് വെച്ചാൽ ജൂണിൽ എന്ത് ചെയ്യുക, നമുക്ക് അപേക്ഷ കൊടുക്കാം. നേരെ മറിച്ച് നമുക്ക് ഫെബ്രുവരിയിലോ മാർച്ചിലോ ഒന്നും എന്ത് കൊടുക്കാൻ പറ്റൂല, അപേക്ഷ കൊടുക്കാൻ പറ്റൂല. 60 ദിവസത്തിന് ഉള്ളിലാണ് എന്ത് ചെയ്യുക, അതായത് നമ്മൾ തീരുന്നതിന് 60 ദിവസത്തിനുള്ളിലാണ് എന്ത് ചെയ്യുക, ഈ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ കൊടുക്കുക, പുതുക്കാനുള്ള അപേക്ഷ കൊടുക്കുക എന്ന് നോക്കി വെക്കുക. ഈ 60 ദിവസമാണ് എന്താണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നതിനും 60 ദിവസം മുൻപാണ് എന്ത് ചെയ്യുക നമ്മൾ കൊടുക്കുക. അതായത് ഈ 60 ദിവസത്തിനുള്ളിൽ കഴിയുന്നതിന് 60 ദിവസത്തിനുള്ളിലാണ് എന്ത് ചെയ്യുക നമ്മൾ ഈ രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുക എന്ന് നോക്കി വെക്കുക. അടുത്താണ് എന്ത് രജിസ്ട്രേഷൻ. നമ്മൾ ആർ സി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ റോഡിൽ വാഹനം ഓടിക്കാൻ പറ്റുള്ളൂ എന്ന് നോക്കി വെക്കുക. എന്താണ് രജിസ്ട്രേഷൻ ഉള്ള വാഹനങ്ങൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ റോഡിൽ ഓടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്താണ് 250 വാട്ട്സിന് താഴെ ഉള്ളതും അല്ലെങ്കിൽ 25 km/hന് താഴെയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് എന്തല്ല രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല. നമ്മൾ തന്നെ ചില വാഹനങ്ങൾ വണ്ടി ഉണ്ടാവില്ലേ, ഈ നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ലാത്ത ഒരു വാഹനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, കുറേ വാഹനങ്ങൾ, അതിൽ എന്താണ് പറയുക, നമ്മൾ ഗ്രീൻ വെഹിക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ വാഹനങ്ങൾക്ക് എന്ത് വേണ്ട, രജിസ്ട്രേഷൻ വേണ്ട. ചെറിയ തീരെ സ്പീഡൊന്നും ഉണ്ടാവില്ല, വെറും ഇലക്ട്രിക് ഇതിൽ ഓടുന്ന വാഹനങ്ങളാണ്. അപ്പോൾ അതിനൊന്നും എന്ത് വേണ്ട, രജിസ്ട്രേഷൻ വേണ്ട. അത് 250 വാട്ട്സിന് താഴെയും അല്ലെങ്കിൽ 25 km/h താഴെ ഓടിക്കുന്ന സ്പീഡിലുള്ള ഒരു വാഹനമായിരിക്കും എന്ത്, ആ വാഹനത്തിനൊന്നും എന്താ രജിസ്ട്രേഷൻ ആവശ്യമില്ല. ഇതെന്താണ് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ്റെ പുതുക്കലാണ് അല്ലേ. പുതുക്കൽ എന്താണ്, 20 വർഷം പഴക്കമുള്ള ഒരു വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കേണ്ടതാണ്. 20 വർഷം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എല്ലാ വാഹനവും എന്ത് ചെയ്യണം, റിന്യൂ ചെയ്തെടുക്കണം. നോക്കിയേക്കാം. അപ്പം വാഹനത്തിൻ്റെ പുതുക്കി കിട്ടുന്ന രജിസ്ട്രേഷൻ്റെ കാലാവധി എത്രയാണെന്ന് വെച്ചാൽ എന്താണ് 5 വർഷമാണ്. എന്ത് നമ്മളൊരു ഇപ്പോൾ 15 വർഷം കഴിഞ്ഞൊരു വാഹനമാണെങ്കിൽ ആ വാഹനത്തിന് പിന്നെ നമ്മൾ ഫിറ്റ്നസ് എടുക്കുമ്പം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പുതുക്കുമ്പോൾ നമ്മൾ എത്ര വർഷത്തേക്കാണ് കിട്ടുക, 5 വർഷത്തേക്കേ കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ഈ 15 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓരോ 5 വർഷം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പുതുക്കി വരണം. 5 വർഷത്തേക്കേ കിട്ടുള്ളൂ. അപ്പോൾ നോക്കി നോക്കുക, എന്താണ് 5 വർഷം കേട്ടോ. പുതുക്കി കിട്ടുന്ന കാലാവധി എത്ര വെച്ചാൽ 5 വർഷമാണെന്ന് വെക്കുക. ഈ സ്വകാര്യ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ കാലാവധി, നമ്മളെ കയ്യിലൊക്കെ ഉള്ള വാഹനങ്ങളില്ലേ, കാറ്, ബൈക്കും ഒക്കെ, ഇതിൻ്റെ ഒക്കെ രജിസ്ട്രേഷന്റെ കാലാവധി എത്ര വെച്ചാൽ 15 വർഷമാണ്. ഈ 15 വർഷം കഴിഞ്ഞാൽ പിന്നെ ഓരോ 5 വർഷം കൂടുമ്പോഴാണ് കേട്ടോ, 5 വർഷം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുക, പിന്നെ ഓരോ 5 വർഷത്തേക്കാണ് എന്ത് ചെയ്യുക ഈ രജിസ്ട്രേഷൻ പുതുക്കി കിട്ടുകയെന്ന് നോക്കി വെക്കുക. അപ്പോൾ ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ നോക്കുക, ഒന്ന് പഠിച്ച കാര്യങ്ങൾ. കാറ്റഗറി എമ്മിലുള്ള ഒരു അതിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന ഒരു വാഹനമാണല്ലോ M1. ഈ M1 എന്ന് പറഞ്ഞാൽ എന്താ, അത് നോക്കി വെക്കേണ്ടത് ഈ 8 സീറ്റുകളിൽ കൂടാത്ത വാഹനങ്ങൾ. 8 സീറ്റ്, അതായത് യാത്രക്കാർ എന്ത് ചെയ്യാം, 8 സീറ്റിൽ 8 സീറ്റ് വരെ, അതായത് 8 യാത്രക്കാരെ അതിൽ കയറാൻ പാടുള്ളൂ. അതിൽ കൂടാതെ 8 സീറ്റ്, 8 ഓർത്ത് വെക്കുക. അപ്പം എന്താണ് 8ഉം പ്ലസ് ഒരു ഡ്രൈവറും, 8ഉം പ്ലസ് ഒരു ഡ്രൈവറും അല്ലേ, 8 ആൾക്കാരെ എന്താ ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ കയറ്റാൻ പറ്റുള്ളൂ, ഒരു ഡ്രൈവർ. അതാണെന്ത് M1 എന്ന് നോക്കിയേക്കാം. അടുത്തതാണെന്ത് M2. നമ്മൾ ഈ വാഹനം ട്രാവലറൊക്കെ പോലത്തെ ഈ വാഹനം, അതിലെന്താണ് 9 അതിലധികമോ ആളുകളെ കയറ്റാം. അതായത് 9 അതിലെന്താണ് അല്ലെങ്കിൽ പ്ലസ് ഒരു ഡ്രൈവർ ഉണ്ടാവും, അല്ലെ 10 ഒക്കെ ഉണ്ടാവും. അത് എന്ത് ചെയ്യാം, 5 ടണ്ണാണ് അല്ലേ, 5 ടണ്ണിന് കൂടാത്ത വാഹനങ്ങൾ, 5 ടണ്ണിൽ കൂടാത്ത വാഹനങ്ങളാണ് എന്ത് കാറ്റഗറി M2 ഓർത്ത് വെക്കുക. M2 എന്താണ്, 9 അതിലധികമോ യാത്രക്കാരെ കയറ്റാം. അതിൻ്റെ കൂടെ എന്ത് ചെയ്യാം, ഡ്രൈവറും ഉണ്ടാവും. അത് എന്തിന് പാടില്ല, 5 ടണ്ണിൽ കൂടാൻ പാടില്ല. 5 ടണ്ണിൽ കൂടാൻ പാടില്ലാത്ത വാഹനങ്ങളാണ് എന്ത് M2 എന്ന് ഓർത്ത് വെക്കുക. അടുത്ത ഒന്നാണെന്ത് M3 വാഹനങ്ങൾ എന്താ വെച്ചാൽ 9 അതിലധികമോ പെടും, ഒരു ഡ്രൈവറും ഉണ്ടാവും. 9 അതിലധികമോ
ആൾക്കാരും ഉണ്ടാവും, ഒരു ഡ്രൈവറും ഉണ്ടാവും. പക്ഷെ എന്താണ്, 5 ടണ്ണിൽ കൂടാൻ പറ്റുന്ന വാഹനങ്ങൾ, 5 ടണ്ണിന് മുകളിലേക്കുള്ള 5 ടണ്ണിന് മുകളിലേക്കുള്ള എല്ലാ വാഹനങ്ങളും എന്താണ്, M3 പെടുന്നതാണ്. എന്താണ്, ഒന്നുകൂടി ഓർത്ത് വെക്കുക, 9 ആൾക്കാരോ അല്ല 9-ലധികം ആൾക്കാരും ഒരു ഡ്രൈവറും എന്ത് പാടില്ല, 5 ടണ്ണിന് മുകളിലേക്കുള്ള എല്ലാ വാഹനങ്ങളും എന്താണ്, M2 വാഹനത്തിൽ പെടുന്നതാണ്. അടുത്ത കാറ്റഗറിയിലാണ് എന്ത്, കാറ്റഗറി N വാഹനങ്ങൾ. കാറ്റഗറി N വാഹനങ്ങൾ എന്താണ്, ചരക്കുകൾ കൊണ്ടുപോകുന്ന വാഹനങ്ങളാണ്. ചരക്കുകൾ കൊണ്ടുപോകുന്ന വാഹനങ്ങളാണ്. അപ്പൊ എന്താണ്, അതിൽ നമുക്ക് ആളുകളെയും വേണേൽ കയറ്റി കൊണ്ടുപോകാം അല്ലെ. അതായത് നമ്മൾ RC-യിൽ ചില RC-യിലൊക്കെ എന്ത് ചെയ്യും, പറയും 4 ആൾക്കാർ പരമാവധി കയറ്റാന്നൊക്കെ പറയും. അപ്പൊ ഈ 4 ആൾക്കാരെന്താണ് കയറ്റാം. ഈ RC-യിൽ പറയുന്നതിൽ അധികം ആൾക്കാരെയൊന്നും കയറ്റാൻ പാടില്ല. പക്ഷെ RC-യിൽ പറഞ്ഞിരിക്കുന്ന ഒരാളെ കയറ്റി കൊണ്ടുപോവുകയും ചെയ്യാം ഈ ചരക്ക് വാഹനങ്ങളിൽ. അത് നോക്കി വെക്കുക, കാറ്റഗറി N വാഹനം. N എന്താ വെച്ചാൽ ചരക്കുകൾ കൊണ്ടുപോകുന്ന, ഗുഡ്സ് ഒക്കെ കയറ്റി കൊണ്ടുപോകുന്ന, നമ്മൾ ഈ ഫോട്ടോസ് കാണുന്ന പോലത്തെ വാഹനമാണെന്ത്, കാറ്റഗറി N വാഹനങ്ങൾ. അതിൽ ഒരു വാഹനമാണെന്ത്, കാറ്റഗറി N1. N1 എന്താ വെച്ചാൽ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്. നമ്മൾ നേരത്തെ പഠിച്ച സാധനം GVW, ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്. ഇതെന്ത് ചെയ്യാമോ, 3.5 ടണ്ണിൽ കൂടാൻ പാടില്ല. 3.5 ടണ്ണിൽ കൂടാൻ പാടില്ലാത്ത വാഹനങ്ങളാണ് കാറ്റഗറി N1 ഓർത്ത് വെക്കുക. എന്താണ് ഇതിൽ വെറും ഇത് മാത്രമാണ് നോക്കേണ്ടത്, 3.5 ടൺ കേട്ടോ. GVW 3.5 ടണ്ണിൽ കൂടാത്ത വാഹനമാണെന്ന് നോക്കി വെക്കുക. കാറ്റഗറി N1 വാഹനങ്ങൾ കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ പഠിച്ചത് എന്ത്, N2 ആണ് അല്ലേ. N2 എന്താണ്, ഇതിലും ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 3.5 ടണ്ണിനും 12 ടണ്ണിനും ഇടയിലുള്ള, അതായത് 3.5 ടണ്ണിനും എന്താണ് 12 ടണ്ണിനും അല്ലേ, 12 ടണ്ണിനും ഇടയിലുള്ള വാഹനങ്ങൾ, നമ്മൾ കാണുന്ന ഈ ലോറിയൊക്കെ പോലത്തെ വാഹനങ്ങൾ. ഈ വാഹനങ്ങളാണ് എന്ത്, കാറ്റഗറി N2 പെടുന്നത്. എന്താണ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് നോക്കി വെക്കേണ്ടത്, ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 3.5 ടണ്ണിനും 12 ടണ്ണിനും ഇടയിൽ. അപ്പൊ നമ്മൾ N1 എന്താ പഠിച്ച്, 3.5 ടണ്ണിന് താഴെയുള്ള വാഹനങ്ങൾ. അപ്പോൾ കാറ്റഗറി N1 എന്ന് പറഞ്ഞാൽ 3.5 ടണ്ണിന് താഴെയുള്ള വാഹനങ്ങൾ. N2 എന്ന് പറയുമ്പോൾ ആ 3.5 മുതൽ 12 ടണ്ണിന് ഇടയിലുള്ള വാഹനങ്ങളാണ്. അപ്പോൾ N2 12 ടണ്ണിന് ഇടയിലാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കാറ്റഗറി N3 എന്തായിരിക്കും, 12 ടണ്ണിന് മുകളിലുള്ള വാഹനങ്ങളായിരിക്കും അല്ലെ. 12 ടണ്ണിന് മുകളിലുള്ള വാഹനങ്ങളായിരിക്കും എന്ത്, N3 പെടുന്നത്. 12 ടണ്ണിന് മുകളിലുള്ള ഈ ടോറസ് ഒക്കെ പോലത്തെ വാഹനങ്ങൾ, ഇതൊക്കെയാണ് എന്ത്, കാറ്റഗറി N3 പെടുന്നത്. ഈ കാറ്റഗറികളിലെ M1 M2 M3, ഈ N1 N2 N3 ഒക്കെ അല്ലേ, ഇത് നമുക്ക് അടുത്തൊരു 2-3 ക്ലാസ്സിൽ ഇടയിൽ ഒരു എന്ത് വേണം, നമ്മുടെ സ്പീഡ് ലിമിറ്റുകൾ പഠിക്കാനുണ്ട്. നമ്മളെ സിലബസിൽ പറഞ്ഞിരിക്കുന്നതാണ് ഒരു സ്പീഡ് ലിമിറ്റിന്റെ ഒരു ചാർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ചാർട്ടിൽ നിന്ന് നിരന്തരം PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ കാറിന്റെ സ്പീഡ് എത്രയാണെന്നൊന്നായിരിക്കില്ല ചിലപ്പം ചോദിക്കുക. M1 വാഹനങ്ങളുടെ എന്താണ് 6 വരി പാതയിലെ സ്പീഡ് എത്രയാന്നുള്ളത് അങ്ങനെയായിരിക്കും PSC ചോദ്യം ചോദിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് പഠിക്കണം, ഈ M1 എന്താ, M എന്താ എന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ചരക്ക് വാഹനമാണോ ചോദിച്ചത്, അല്ലെങ്കിൽ സാധാ ആളുകളെ കയറ്റി കൊണ്ടുപോകുന്ന വാഹനമാണോ, എത്ര ടണ്ണ്, ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ഇത് പഠിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഈ കാറ്റഗറികൾ പഠിച്ചിട്ട് പോകണം. അപ്പോൾ നമുക്ക് ഇനിയും അങ്ങോട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നോക്കിയേക്കായി. എന്താണ് N1 എന്ന് പറഞ്ഞാൽ 3.5 ടണ്ണിന് താഴെയുള്ള വാഹനങ്ങളാണ്. N2 എന്ന് പറഞ്ഞാൽ 3.5 ടണ്ണിനും 12 ടണ്ണിനും ഇടയിലുള്ള വാഹനമാണെന്ന് ഓർത്ത് വെക്കുക. N3 എന്ന് പറഞ്ഞാൽ എന്താണ്, 12 ടണ്ണിന് കൂടുതലുള്ള വാഹനങ്ങൾ, ടോറസ് ഒക്കെ പോലത്തെ വാഹനങ്ങളാണ്. ജസ്റ്റ് നോക്കിക്കുക. ഈ ഫോട്ടോ എങ്കിലും ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് നോക്കി വെക്കുക. ഈ ഫോട്ടോ കണ്ടാൽ തന്നെ നമുക്കൊരു ഐഡിയ വരുമല്ലോ. ഇതൊക്കെ ഒന്ന് പതിപ്പിച്ച് വെക്കുക. നമ്മൾ മാറിപ്പോയത്, നമുക്ക് പരീക്ഷയ്ക്ക് എന്താ, നമ്മൾ 4 ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് കറക്റ്റ് കുത്തുക എന്നുള്ളതാണ് അല്ലേ. നമുക്ക് വേറെ നമ്മൾ എന്ത് ചെയ്യാം, മെമ്മറി ടെസ്റ്റിംഗ് ഒന്നല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ ആദ്യം ഒന്ന് നോക്കുക, ഒന്ന് പതിപ്പിച്ച് വെക്കുക ഈ സാധനമാണെന്ന്. പിന്നീട് പഠിച്ച സാധനമാണെന്നല്ലേ T കാറ്റഗറി. T കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്താണ്, T ഫോർ ട്രെയിലർ ആണെന്ന് ഓർത്ത് വെക്കുക. ട്രെയിലർ ഈ വാഹനങ്ങൾ കണ്ടില്ലേ,
ഇങ്ങനത്തെ ഒരു വാഹനം അതൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കലുണ്ടല്ലേ. ചില ഒരു സമയത്ത് ഈ വയനാട് ചുരമൊക്കെ കയറാൻ പോയിനി, കുറേ ആൾക്കാർ കൊടുവള്ളിയിൽ നിന്നൊക്കെ തടഞ്ഞിട്ടാണ് എന്ത് നിർത്തിയത്. അപ്പം അങ്ങനത്തെ ഒരു വാഹനം ഇവിടെ ഇത് ഇത്ര വരെ എന്തായിരിക്കും നമ്മളെ സാധാ ലോറിൻ്റെ ഒരു ടൈപ്പ് ആയിരിക്കും ഇത്ര ഭാഗം. ഈ ഒരു പീസ് പിന്നെ എന്ത് ചെയ്യാൻ കണക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അതായത് ഇത് സ്വന്തം ചലിക്കൊന്നുമില്ല. നമ്മളെ സാധാ വാഹനത്തിന് ഇവിടെ എന്ത് ചെയ്യും, ഒരു ഡിഫറൻഷ്യലും ഗിയർ ഇതൊക്കെ ഉണ്ടാവും. ഇവിടെ ഒരു ഡിഫറൻഷ്യലൊക്കെ വെച്ചിട്ട് ഈ ടയർ എന്ത് ചെയ്യും, എൻജിൻ വെച്ചിട്ട് ചലിപ്പിക്കും ആ ഡിഫറൻഷ്യലൊക്കെ വെച്ച്. പക്ഷെ എന്തെങ്കിലും ഉണ്ടാവില്ല, ഇങ്ങനത്തെ ട്രെയിലറിന് ഈ സംഭവം ഉണ്ടാവില്ല. നമ്മൾ കുറേ വാഹനങ്ങൾ കണ്ടില്ല, ഇങ്ങനത്തെ വലിയ സാധനങ്ങളൊക്കെ ഈ വിൻഡ് മില്ലിൻ്റെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സാധനമാണ് എന്ത് ഈ ട്രെയിലർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് കുറേ കണ്ടുണ്ടാവും. ഇത് ഒറ്റയ്ക്കൊക്കെ ചിലപ്പോൾ ഈ ട്രെയിലറിൻ്റെ ഈ സാധനം മാത്രമൊക്കെ എവിടെയും കണ്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു കാല് പോലത്തെ സാധനം ഉണ്ടാവും ഫ്രണ്ടിൽ, ഇങ്ങനെ നിലത്ത് പതിഞ്ഞെടുക്കുന്നുണ്ടാവും. ഇവിടെ ടയറൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു കാല് പോലത്തെ ഒരു സാധനം കുത്തിയൊക്കെ ഈ പുറകിൽ മാത്രമേ ടയർ ഉണ്ടാവുള്ളൂ. എന്നിട്ട് അത് ഈമേലൊരു ജോയിന്റ് വെച്ചിട്ട് ഈ വണ്ടിയമേൽ ഘടിപ്പിക്കുകയാണ് ചെയ്യുക. അങ്ങനത്തെ ടൈപ്പ് വാഹനങ്ങളാണെന്ത് കാറ്റഗറി ടി വാഹനങ്ങൾ എന്ന് ഓർത്തേക്കുക. അതായത് ഇതിന് സ്വയം ചലിക്കാനൊന്നും പറ്റൂല, ഈ ട്രെയിലറിന് സ്വയം ചലിക്കാൻ കഴിയൂല. അത് വേറെ എന്തെങ്കിലും വെച്ചിട്ട് വലിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുക. അതിൽ തന്നെ കുറച്ച് കാറ്റഗറി ആയി തിരിച്ചതിലാണ് ഒന്ന് കാറ്റഗറി T1 ഓർത്ത് വെക്കേണ്ടത് 0.75 ടണ്ണിൽ കൂടാത്ത വാഹനങ്ങൾ. ഇതിൻ്റെ ആദ്യത്തെ എല്ലാത്തിൻ്റെയും ഏത് കാറ്റഗറി എടുത്താലും T1 എന്ത് ചെയ്യുമല്ലോ ഒന്ന് കൂടാത്തതായിരിക്കും. അതിൽ എപ്പോഴും ഏതും കുറവായിരിക്കും. അപ്പോൾ ഇതിൽ T1 0.75 ടണ്ണിന് എന്താണ് 0.75 നോക്കി വെക്കുക. 0.75 ടണ്ണിൽ കൂടാത്ത വാഹനങ്ങളാണെന്ത് കാറ്റഗറി T1 എന്ന് ഓർത്തേക്കുക. അതിൽ തന്നെ കാറ്റഗറി T2 ഉണ്ടല്ലേ, 0.75 മുതൽ 3.5 ടണ്ണിന് താഴെയുള്ള അതിൽ ഇതിൻ്റെ ഇടയിലുള്ള വാഹനങ്ങളാണ്. അപ്പോൾ നേരത്തെ ഇപ്പുറത്ത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഒരു 3.5. ഇപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ ആകിയത് ഇതിൽ 3.5 മുതൽ 12 ടണ്ണ് വരെയാണ്. ഈ കാറ്റഗറി T2ലേക്ക് വരുമ്പോൾ 0.75 ടണ്ണിലും 3.5 ടണ്ണിന് ഇടയിലാണെന്ന് നോക്കി വെക്കുക, മാറിപ്പോയത്. പിന്നെ അടുത്തത് കാറ്റഗറി T3 ആണല്ലേ. T3 എന്ന് പറഞ്ഞാൽ 3.5 ടണ്ണിലും 10 ടണ്ണിൻ്റെ ഇടയിലുള്ള വാഹനങ്ങളാണെന്ത് കാറ്റഗറി ടി വാഹനങ്ങൾ. അടുത്ത T4 എന്ന് പറഞ്ഞാൽ എന്താണ് 10 ടണ്ണിന് മുകളിലുള്ള വാഹനങ്ങൾ. 10 ടണ്ണിന് മുകളിലുള്ള വാഹനങ്ങളാണെന്ത് കാറ്റഗറി T4 എന്ന് നോക്കി വെക്കുക. കാറ്റഗറി T4 എന്ന് പറഞ്ഞാൽ 10 ടണ്ണിൽ അധികമുള്ള വാഹനങ്ങൾ. 10 ടണ്ണിൽ അധികമുള്ള വാഹനങ്ങളാണ് എന്ത് കാറ്റഗറി T4 പെടുക. അടുത്ത ഒരു കാറ്റഗറിയാണ് എന്ത് കാറ്റഗറി T5 എന്ന് പറഞ്ഞാൽ എന്താ 3 ചക്രമുള്ള ട്രാക്ടറോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വാഹനമോ ഉപയോഗിച്ചിട്ട് ഈ ഒരു സംഭവം വേറെ ആയിരിക്കും. ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ വലിച്ചു കൊണ്ടുവരും. നമ്മൾ ട്രാക്ടറിൻ്റെ ഒക്കെ ചിലപ്പോൾ പുറകിൽ ഒരു ഇതൊക്കെ ഘടിപ്പിച്ചിട്ട് ഈ ലോഡൊക്കെ കൊണ്ടുപോകും അല്ലേ. ഫ്രണ്ടിൽ ട്രാക്ടർ ഉണ്ടാവും, അതിന് പുറകിൽ എന്ത് ചെയ്യുന്നുണ്ടാവും സാധനം ഇങ്ങനെ ഘടിപ്പിച്ചിട്ടുണ്ടാവും, അതിലേക്ക് ലോഡൊക്കെ ഉണ്ടാവുക. അങ്ങനത്തെ വാഹനങ്ങളാണെന്ത് ഈ കാറ്റഗറി T5 പെടുന്നത്. അതായത് ഇങ്ങനെ 3 ചക്രമുള്ള വാഹനങ്ങൾ, അതിൽ ഒരു ട്രെയിലർ ഇങ്ങനെ ഘടിപ്പിച്ച വാഹനങ്ങളാണെന്ത് കാറ്റഗറി T5 എന്ന് നോക്കി വെക്കാം. പിന്നെ നമ്മൾ പഠിച്ച കാര്യമാണ് എന്ത് ഈ L1 ഇത് മാത്രമാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്ത് പരമാവധി വേഗത 45 km/h കൂടാത്തതും 50 cc എൻജിൻ കപ്പാസിറ്റി കൂടാത്തതുമായ വാഹനങ്ങൾ. നമ്മൾ ഈ ഫോട്ടോത്തിൽ കാണുന്ന അങ്ങനത്തെ വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ. തമിഴ്നാട്ടിലൊക്കെ പോയാൽ തോന്നി വാഹനങ്ങൾ തന്നെയായിരിക്കും. അങ്ങനത്തെ വാഹനങ്ങൾ ആണ് എന്ത് ഈ കാറ്റഗറി L1 പെടുന്നത്. അതായത് എന്താണ് 50 cc മുകളിലായിരിക്കില്ല, 50 cc വരെ പറ്റുള്ളൂ. പിന്നെന്താണ് 45 km/h എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പോകാനും പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു വാഹനങ്ങൾ ഉണ്ടാവും. ആ വാഹനങ്ങളാണ് എന്ത് കാറ്റഗറി L1 പെടുന്നത്. ഇപ്പോൾ കാറ്റഗറി L2 എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലൊക്കെ ഉള്ള ഈ L1 പെടാത്ത ബാക്കി എല്ലാ ഇരുചക്ര വാഹനങ്ങളും എന്താണ് കാറ്റഗറി L2 പെടുന്നത്. കാറ്റഗറി L2 എന്താ വെച്ചാൽ എന്താണ് നമ്മളെ സാധാ ബൈക്കോ അങ്ങനത്തെ നമ്മളെ സാധാ ബുള്ളറ്റോ എന്താണെങ്കിലും ആ വാഹനങ്ങളാണ് എന്ത് കാറ്റഗറി L2 പെടുന്നത്.
നോക്കി വെക്കുക. കാറ്റഗറി L2 എന്ന് പറഞ്ഞാൽ L1 പെടാത്ത വേറെ എല്ലാ ഇരുചക്ര വാഹനങ്ങളും കാറ്റഗറി L2 പെടും. ഇതിൽ ഈ L2 നിങ്ങൾ നോക്കിയില്ലെങ്കിലും ഈ L1 ഈ സംഭവം മാത്രമാണ് നോക്കേണ്ടത്. പരമാവധി വേഗത 45 km/h ആണെന്ന് നോക്കി വെക്കുക. 50 cc കൂടാത്ത വാഹനമാണെന്ന് നോക്കി വെക്കുക. അതാണ് L1 എന്ന് മാത്രം നോക്കി വെച്ചാൽ മതി. ഇത് നോക്കി വെക്കുകയും വേണം. PSC ചോദിക്കും, സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരിക്കും ഈ സാധനം വരികയും ചെയ്യാം. ഡയറക്റ്റ് ഒന്നും ചോദിക്കില്ല, ഇത് സ്റ്റേറ്റ്മെന്റിൽ കയറ്റിയിടുമല്ലോ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ എന്താ വെച്ചാൽ പരമാവധി 50 km/h കൂടുതലും 50 cc താഴെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തെറ്റാണല്ലേ? നമ്മൾ എന്താ പഠിച്ചത്? 45. ഈ 45 ഇങ്ങനെ നോക്കി വെക്കണം. ഈ 45 കൂടാത്ത 45 ഏത് കൂടിയ വാഹനങ്ങൾ എന്താണ്? L2 പെടും. ഇപ്പൊ 45 km/h കൂടാത്ത വാഹനങ്ങൾ മാത്രമേ എന്തിൽ പെടുള്ളൂ? L1 പെടുള്ളൂ എന്ന് നോക്കി വെക്കുക. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ഇത് PSC ചോദിക്കും. ഈ ഒരു വരി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് PSC ഇടും. നിന്ന് എടുത്തിടുകയാണെങ്കിൽ L കാറ്റഗറിയിൽ നിന്ന് എടുത്തിടുകയാണെങ്കിൽ ഈ ഒരു വരിയാണ് PSC സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇടുക. ചിലപ്പോൾ ഈ 45 ഒഴിവാക്കിയിട്ട് ചിലപ്പോൾ 50 ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റിയിടും. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ കറക്റ്റ് വായിച്ച് നോക്കുക. ഈ 45 ആണോ ഇവിടെ 50 cc 45 കൂടാത്തത് എന്നാണോ, 50 cc കപ്പാസിറ്റിയിൽ കൂടാത്തത് എന്നാണോ എന്ന് നോക്കുക വേണം. ഈ രണ്ട് സാധനവും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ വായിക്കണം. ഈ കൂടാത്തത് നോക്കാം. നമ്മൾ ഈ പരമാവധി ചിലപ്പം 45 ഇങ്ങനെ ചിലപ്പോൾ ചോദ്യം ചെയ്യും. പരമാവധി 45 km/h കൂടുതലുള്ള 50 cc കപ്പാസിറ്റിയിൽ കൂടുതലുള്ള നോക്കും. നമ്മൾ ചിലപ്പം കാണുക എന്ത് ചെയ്യും? ഈ 50 cc കാണും, ഈ 45 കാണും. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ ശരിയാന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പം കർപ്പിക്കും, തെറ്റാവും. ഇവിടെ ഇത് ചിലപ്പോൾ കൂടാത്തത്, കൂടുതൽ, അധികം അല്ലെങ്കിൽ കുറവൊക്കെ പെടും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ PSC എഴുതുമ്പോൾ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ആയിട്ടേ വരുള്ളൂ. ഈ ഒരു ഭാഗം സ്റ്റേറ്റ്മെന്റ് ആയിട്ടേ വരുള്ളൂ. ഈ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ വരികയാണെങ്കിൽ മുഴുവനായിട്ട് വായിക്കണം. കൂടാത്തത് എന്നെ ഓർത്ത് വെക്കുക. 45 km/h കൂടാത്തത് എന്നെ നോക്കി വെക്കുക. 50 cc കൂടാത്തതുമാണ് എന്ത്? കാറ്റഗറി L1 വാഹനങ്ങൾ എന്ന് നോക്കി വെക്കാം. പിന്നെന്താണ് നമ്മൾ പഠിച്ചത്? ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഇത് നമ്മുടെ സിലബസിൽ അങ്ങനെയല്ല. കാറ്റഗറി L5 കാറ്റഗറി L7 ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. പിന്നെ അത് നിങ്ങൾക്ക് റെഫറൻസിന് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ. പിന്നെ ഹെവി ഗുഡ്സ് വെഹിക്കിൾ എന്താണെന്നും മീഡിയം ഗുഡ്സ് വെഹിക്കിൾ എന്താണെന്നും ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്താണെന്നും ജസ്റ്റ് ഒന്നുകൂടെ നോക്കിക്കുക. എന്തായാലും 12,000 കിലോഗ്രാമിന് കൂടുതലുള്ള എല്ലാ വാഹനങ്ങളും ഒന്നാണ് ഹെവി വെഹിക്കിളാണ് പെടുക. അപ്പോൾ 7,500 കിലോഗ്രാമിനും 12,000 കിലോഗ്രാമിനും ഇടയിലുള്ള വാഹനങ്ങളാണെങ്കിൽ മീഡിയം ആണെന്ന് ഓർത്തുവെക്കുക. ലൈറ്റ് മോട്ടോർ ആണെങ്കിൽ 7,500 കിലോഗ്രാമിന് താഴെയാണെന്നും നോക്കി വെക്കുക. പിന്നെ സെക്ഷൻ 2-ൽ 4 എന്താണ്? RCനെ പറ്റി പറയുന്നതാണല്ലേ. ഈ RCയിൽ എന്താണ്? ഒരു അധികാരി എന്ത് ചെയ്യുക? രജിസ്റ്റർ ചെയ്തതായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് തരുന്നതാണ് RC. ഇതിൽ നോക്കി വെക്കേണ്ടത് ഈ 60 ദിവസം മുമ്പേ ആണെന്ന് നോക്കി വെക്കുക. അതായത് കാലാവധി തീരുന്നതിന് 60 ദിവസം മുമ്പേ ആണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പുതുക്കാൻ സാധിക്കുക എന്നുള്ളത് നോക്കി വെക്കുക. ഈ 60 ദിവസമാണ് നോക്കി വെക്കേണ്ടത്. പിന്നെ നോക്കേണ്ടത് എന്താണ്? അതായത് രജിസ്ട്രേഷൻ്റെ കാലാവധി, പുതുക്കി കിട്ടുന്ന രജിസ്ട്രേഷൻ്റെ കാലാവധി എത്ര വെച്ചാൽ 5 വർഷത്തേക്കാട്ടോ. 5 വർഷത്തേക്കാണ് പുതുക്കി കിട്ടുക എന്ന് ഓർത്ത് വെക്കുക. 5 വർഷം തന്നെ ഓർത്ത് വെക്കുക കേട്ടോ. 5 വർഷത്തേക്കാണ് പുതുക്കി കിട്ടുക. ഇപ്പോൾ സ്വകാര്യ വാഹനങ്ങൾ നമ്മളെ കയ്യിലുള്ള സ്വകാര്യ വാഹനങ്ങളാണെങ്കിൽ അതിൻ്റെ കാലാവധി എത്രയായിരിക്കും? 15 വർഷത്തേക്കായിരിക്കും. ഈ 15 വർഷം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഓരോ 5 വർഷത്തേക്കാണ് നമുക്ക് പുതുക്കി കിട്ടുക. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക. വീണ്ടും റിവിഷൻ ചെയ്യണം. ഈ കാറ്റഗറികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യുക. റിവിഷൻ ചെയ്യുമ്പോൾ ഈ സീറ്റിംഗ് കപ്പാസിറ്റിയും പിന്നെ ഈ ടണ്ണ് 3.5 ടണ്ണ് അങ്ങനത്തെ ടണ്ണുകളൊക്കെ നോക്കി വെക്കുക, മാറിപ്പോവും. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് നോട്ടിലേക്ക് പോയിന്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി. ഇത് പിന്നെ ഈ ഒരു RCൻ്റെ ഈ ഒരു ഭാഗം നോക്കി വെക്കുക. ഈ 60 ദിവസത്തിൻ്റെതും പിന്നെ ഈ 5 വർഷവും 15 സ്വകാര്യ വാഹനത്തിൻ്റെ 15 വർഷവും ഈ ഒരു സംഭവം നോക്കി വെക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ്സിന് ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും പോരായ്മകളോ ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക.
പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ഡൗട്ട് വരികയാണെങ്കിൽ കമൻറ്റിൽ എഴുതി അറിയിച്ചാൽ മതി. അപ്പം തന്നെ എന്ത് ചെയ്യും, ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാം, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. നിങ്ങളെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ ഡ്രൈവർ ജോലി നോക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ്സിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. നല്ല രീതിയിൽ പഠിക്കുക. അപ്പം ഓക്കെ, താങ്ക് യു.